ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് കാസ്റ്റർ ഓയിലിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ ഫേസിൽ നമ്മൾ കാസ്റ്റർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ച്. ഓയിലി സ്കിന്നുകാർ എപ്പോഴും അപ്ലൈ ചെയ്യാതെ നോക്കണം. കാരണം അവരെ പോഴ്സ് പെട്ടെന്ന് ക്ലോഗ് ആക്കുകയും പിമ്പിൾസ് ഫർദറായിട്ട് കൂടാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ നിൽക്കുക. ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും കാസ്റ്റർ ഓയിലിൻ്റെ ബെനിഫിറ്റ്സിലേക്ക് കിടക്കാം. ഇതിൽ റിസിനോളിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ കൊളാജൻ, അതായത് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ്റെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യും. പിന്നെ ഫൈൻ ലൈൻസ് ആയാലും റിങ്കിൾസ് ആയാലും നമുക്ക് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും. പിന്നെ നമ്മളെ കുറച്ചും കൂടി ഒന്ന് യങ് ലുക്ക് ആക്കാനായിട്ട് വളരെയധികം സഹായിക്കും. പിന്നെ നമ്മുടെ ഈ കണ്ണിന് ചുറ്റുമൊക്കെ തേക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രേഷൻ അവിടുത്തെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ എത്രയോ വില കൂടിയ മോയ്സ്ചറൈസറിനേക്കാളും ഏറ്റവും നല്ലതാണ് നമുക്ക് നാച്ചുറലായി കിട്ടുന്ന ഈ കാസ്റ്റർ ഓയിൽ. അപ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മളെപ്പോഴും പാച്ച് ടെസ്റ്റ് നടത്തണം. നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ ഉള്ളവർക്ക് വളരെ ഉപകാരപ്പെട്ടതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.